സാർ, യെസ്, ഇന്ന് നമ്മൾ അഗ്രികൾച്ചർ ലോണിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് ഒരുപാട് പേർക്ക് ഗുണമുള്ളൊരു സാധനമാണ് അഗ്രികൾച്ചർ. അത് എല്ലാവരും കൃഷി ചെയ്യുന്നവരാണ്. നമ്മളെല്ലാവരും ആഹാരം കഴിക്കുന്നതും ജീവിക്കാൻ വേണ്ടിയാണ് ആഹാരം കഴിക്കുന്നത്. ആഹാരമാണ് പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത്. അപ്പം ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കർഷകർ കൃഷി ചെയ്യുന്നത്. അപ്പൊ കൃഷിക്കായി കൊടുക്കുന്ന ലോൺ ആണ് അഗ്രികൾച്ചർ ലോൺ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരുകൾ ഒരുപാട് സബ്സിഡികളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആ സബ്സിഡികൾ? തീർച്ചയായിട്ടും സബ്സിഡികളെ കുറിച്ച് കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല, കാര്യം ഓരോ സമയത്ത് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ബാങ്കുകൾ നിർബന്ധമായിട്ടും സഹായിക്കേണ്ട കുറേ മേഖലകളുണ്ട്. അത് ആദ്യത്തേത് കാർഷിക ലോണാണ്. ഇത്ര ശതമാനം എന്നുണ്ട്. അത് കഴിഞ്ഞാൽ MSME സെക്ടറാണ്, ഈ മുദ്ര ലോണൊക്കെ. അത് കഴിഞ്ഞാൽ ഹൗസിംഗ് ലോൺ സെക്ടറാണ്. കാര്യം ഇത് രാജ്യത്തിൻ്റെ GDP-യെ വർദ്ധിപ്പിക്കുന്നു, ഉൽപ്പാദന ആ ഒരു ഇതുണ്ടല്ലോ അതിനെ വർദ്ധിപ്പിക്കുന്നു. ഇത് ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുന്നു, ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുന്നു. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജീവിക്കുന്നവർക്ക് വേണ്ട ആഹാര സാധനങ്ങൾ ആ രാജ്യം ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ 1-ാം ക്ലാസ് ആ സമയത്തൊക്കെ ഈ അമേരിക്കൻ റവ എടുത്ത് ഉപ്മാവ് കഴിച്ച കാലഘട്ടങ്ങളൊക്കെ അറിയാം. ആ ഒരു 70 കാലഘട്ടങ്ങളിൽ ഇപ്പോഴത്തെ എബോവ് 50 ആൾക്കാർക്കൊക്കെ അതിൻ്റെ അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ സമ്പന്നമാണ്. കാര്യം ഒരു സമയത്ത് പഞ്ചസാര റേഷൻ വെച്ച് വാങ്ങിച്ചതറിയാം, അരി വാങ്ങിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ UP കാലഘട്ടത്തിൽ ആ സ്റ്റോറുകളിൽ പഞ്ചസാര വരുമ്പോൾ അത്രേ കിട്ടുള്ളൂ. സിമൻറ്റ് അതുപോലെയായിരുന്നു, മനസ്സിലായി. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. ഇത് ഈ കാർഷിക രംഗത്തിൻ്റെ ആ ഒരു പുരോഗമനം ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ബാങ്കുകൾക്ക് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃഷിക്ക് വേണ്ടി ഏറ്റവും കുറഞ്ഞ പലിശ കൃഷിക്കാണ്. പിന്നെ ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നത് കൃഷിക്കാണ്. അപ്പോൾ ചിലർ വിചാരിച്ചിരിക്കുന്നത് സ്വർണം പണയം വെച്ചാണ് കൃഷി ലോൺ കിട്ടണമെന്നാണ്. പക്ഷെ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി എന്ത് സാധനത്തിന് ലോൺ എടുക്കുകയാണെങ്കിലും ആ ലോൺ എടുത്തിട്ട് എന്താണോ, ഇപ്പോൾ വീടാണ് നിർമ്മിക്കുന്നതെങ്കിൽ വീട് ബാങ്കിന് ഈട് വയ്ക്കണം, മനസ്സിലായി. വാഹനമാണെങ്കിൽ വാഹനം ബാങ്കിന് വയ്ക്കണം. ഇപ്പോൾ മുദ്രാവായ്പയാണെങ്കിൽ അതിൻ്റെ ഫർണിച്ചർ ആ കാര്യങ്ങളൊക്കെ സ്റ്റോക്കൊക്കെ ബാങ്കിന് ഈട് വയ്ക്കണം. അല്ലെ കൃഷിയുടെ കാര്യത്തിൽ എന്നാൽ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കൃഷിയിടാൻ ബാങ്കിന് ഈട് വയ്ക്കണം. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ നൂലാമാല കുറയ്ക്കാനാണ് ഈ ഗോൾഡ് അഡീഷണൽ ആയിട്ട് എടുക്കുന്നത്. 3 ലക്ഷം വരെ മറ്റേ ഗോൾഡ് ലോൺ വെച്ചിട്ട് കൊടുക്കാം. പലരും ഇന്ന് പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുന്നതെന്നാണ് കാർഷിക ലോൺ. സ്വർണം കുറച്ച് കൊണ്ടുവച്ചിട്ട് ഇപ്പം അത് മാറി, കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കാർഷിക ലോൺ ഇപ്പം അത് മാറി. കാര്യം കേരളത്തിൽ അത് എടുത്തിട്ട് വേറെ ബാങ്കുകളിൽ ഇപ്പം എല്ലാം സെൻട്രലൈസ്ഡ് ഡാറ്റ ആയില്ലേ. ഒരു ബാങ്കിൽ കൃഷിക്കാരനാണെന്നും പറഞ്ഞ് കാർഷിക ലോൺ എടുത്ത് അതോടൊപ്പം തന്നെ പലിശ കൂടുതൽ കിട്ടുന്ന പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ കൊണ്ടുപോയിട്ട് ഇത് 4% ഇവിടെ എടുത്തിട്ട് അവിടെ 10% ഇടുമ്പോൾ ഇത് സെൻട്രലൈസ്ഡ് ഡാറ്റ RBIക്കും ഇവർക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ കാർഷിക ലോണുകൾ പ്രത്യേകിച്ച് സബ്സിഡിക്ക് ഭയങ്കര നിബന്ധനകളാണ്. 2 സബ്സിഡികൾ പൂർണ്ണമായിട്ടും ബാങ്കുകൾക്ക് അതിൽ ഉത്തരവാദിത്വമില്ല. കാര്യം അത് സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫേംസ് വന്ന് അവർ സർട്ടിഫൈ ചെയ്യുന്നതനുസരിച്ചാണ് സബ്സിഡി റിലീസാകുന്നത്. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ബാങ്കുകൾക്ക് ഇതില്ല. ബാങ്കുകൾ അതിൻ്റെ രേഖകൾ വാങ്ങിച്ചു വയ്ക്കും. എല്ലാവർക്കും കിട്ടിയാൽ നമുക്ക് സന്തോഷം, കാര്യം അത്രയും തുകയുടെ തിരിച്ചടവ് വന്നു എന്ന് ബാങ്കുകൾക്ക് സേഫ്റ്റി ചെയ്യണം. പക്ഷേ സബ്സിഡി കൊടുക്കുന്ന ഗവൺമെൻറ്റിന് ആ നിബന്ധനകൾ വെച്ചാണ് എന്ത് ചെയ്യുന്നതിനും. ഇപ്പോൾ നിസാരം നമ്മളൊരു കൃഷി നടത്തുന്നു, അതിനും വേണ്ട ലോണുകൾ ബാങ്കുകൾ തരും. പച്ചക്കറി കൃഷിക്ക് ലോൺ കൊടുക്കും. ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കൃഷി സ്ഥലങ്ങൾക്ക് മാത്രമേ. ഇപ്പോൾ നിസാരം വേറൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മാലിന്യ നിർമ്മാർജ്ജനം, അല്ലേ? ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, ഇവിടുത്തെ കൃഷിഭവൻ, എല്ലായിടത്തും കൃഷിഭവനുണ്ട്, കൃഷിഭവൻ. എന്നിട്ട് എല്ലാ വീടുകളിലും ഒരു 50% വീടുകൾ ഇപ്പോൾ ഫ്ലാറ്റുകൾ അവിടെ ഒക്കെ ഈ മാലിന്യ നിർമ്മാർജ്ജനം ഒരു പ്രശ്നമാണ്. അതിൽ ഏറ്റവും വലിയ ഭക്ഷ്യ മാലിന്യം വലിയൊരു പ്രശ്നം. പക്ഷേ ഇതൊക്കെ കമ്പോസ്റ്റാക്കി മാറ്റാം. എന്തുകൊണ്ട് ഓരോ വാർഡ് തലത്തിൽ അല്ലെങ്കിൽ ഓരോ ഇപ്പോൾ കോർപ്പറേഷൻ ആണെങ്കിൽ അതിൻ്റെ മുനിസിപ്പൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ വാർഡുകളുണ്ടല്ലോ, അത് വെച്ചിട്ട് റെസിഡൻസ് അസോസിയേഷനിൽ തയ്യാറുള്ളവർ കുറേ വീട്ടമ്മമാർ, പകുതി വീട്ടമ്മമാർക്കും വേറെ ജോലിയൊന്നുമില്ല, അവർക്ക് ഇത് വെച്ചിട്ട് ഇത് കമ്പോസ്റ്റ് ആക്കാനും അവർക്ക് ചെറിയ ഈ അടുക്കള തോട്ടങ്ങളുണ്ടല്ലോ അടുക്കള തോട്ടമാക്കാനും അതിന് വേണ്ടിയിട്ടുള്ള മൂലധനം. ഇപ്പോൾ എന്തെങ്കിലും ജോലി കിട്ടുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊരു 5000 രൂപ 10000 രൂപയൊക്കെ മാറ്റി വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിനൊക്കെ കൃഷിഭവനും ഈ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണക്കാർ ഇവർ ലോക്കൽ ബാങ്കുകൾ ഓരോ ബാങ്കിനും ഓരോ സർവീസ് ഏരിയ കൊടുത്തതാണ്.
ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ മാലിന്യ പ്രശ്നത്തിൻ്റെ 50% മാറും. പ്രത്യേകിച്ച് ഭക്ഷ്യമാലിന്യം കമ്പോസ്റ്റാക്കി മാറ്റിയാൽ മതി. ഈ നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ ഫ്ലാറ്റുകളിൽ കമ്പോസ്റ്റ് വേറെ ആവശ്യം, ഫ്ലാറ്റുകളിൽ അതിൻ്റെ ആവശ്യം വരും, പക്ഷേ ആവശ്യമുള്ള വേറെ മേഖല കാണും. അതെ, മനസ്സിലായി. ഇത് നിസ്സാരമായിട്ട് തീർക്കാം. ഞാൻ പലയിടത്തും ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് അതിനുവേണ്ടി ചിന്തിക്കുന്നില്ല. ഇപ്പോൾ 10,000 10,000 15,000 രൂപ ഇതിനുള്ളത് കാശായിട്ട് കൊടുക്കില്ല, എപ്പോഴും ബാങ്കുകൾ സ്പെസിഫിക് റിലീസായിരിക്കും. മനസ്സിലായി. ആ കാര്യം കയ്യിൽ കാശ് കൊടുത്ത് ഇത് എന്തിന് ചിലവാക്കുമെന്നറിയാം. പേഴ്സണൽ ലോണുകൾ മാത്രമേ കയ്യിൽ കാശ് കൊടുക്കുള്ളൂ, അക്കൗണ്ടിൽ കാശ്. ബാക്കി എന്താണോ നിങ്ങൾ പശുവിനെ വാങ്ങിക്കണം, പശുവിനെ വാങ്ങിക്കുന്ന ആൾക്ക് ആയിരിക്കും കൊടുക്കുന്നത്. മനസ്സിലായി. അതിൻ്റെ വില കൊടുക്കും, പിന്നെ അതിൻ്റെ ഇൻഷുറൻസ്, അത് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും ബാങ്കുകളുടെ കാര്യം കൃത്യമായി ലോണുകൾ സ്പെസിഫിക് റിലീസായിരിക്കും. എന്തിനാണോ വേണ്ടത് അവർക്ക് നേരിട്ട് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ ഹൗസിംഗ് ലോണിൻ്റെ കാര്യത്തിലും അതെ, അവർക്കാണ് നേരിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വരികയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൃഷി ഇപ്പോൾ റബ്ബർ ചെയ്യുന്നു, ചില സമയത്ത് വെട്ടിയിട്ട് വെക്കുന്നുണ്ട്. അതിന് ബാങ്ക് അത് ലോങ് ടൈം ആണ്. ഈ കാർഷിക വായ്പ ഷോർട്ട് ടൈം ഉണ്ട്, മീഡിയം ടൈം ഉണ്ട്, ലോങ് ടൈം ഉണ്ട്. 12 മാസം വരെയുള്ളത് ഷോർട്ട് ടൈം. ഇപ്പോൾ ചില കൃഷികൾ, ഇപ്പോൾ വാഴക്കൃഷി, പച്ചക്കറി, നെൽകൃഷി, ഇതൊക്കെ ഷോർട്ട് ടൈം. എത്ര സ്ക്വയർ ഫീറ്റ് തൊട്ടായിരിക്കും ലോണുകൾ കൊടുത്തു തുടങ്ങുന്നത്? എത്ര സ്ക്വയർ ഫീറ്റിൽ കൃഷി? അത് ഓരോ സ്ഥലത്ത് ഇപ്പോൾ കൃഷിഭവൻ ഇത് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ നെൽകൃഷി ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ പാലക്കാടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നെല്ലുണ്ടാക്കിയിട്ട് ആ നെല്ല് സപ്ലൈകോയിൽ കൊടുക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് കൊടുക്കുന്ന റെസിപ്റ്റ് വെച്ചിട്ട് ബാങ്കുകളിൽ ലോൺ കൊടുക്കാറുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പലിശ ഗവൺമെൻറ് അടയ്ക്കുന്നതാണ്, പക്ഷെ അടച്ചില്ലെങ്കിൽ അവർ കൊടുക്കണം. മനസ്സിലായി. അതുപോലെ ക്ഷീരവകുപ്പുമായിട്ട് ചേർന്നുകൊണ്ടുള്ള സ്കീമുണ്ട് ബാങ്കുകൾ. എന്ന് പറഞ്ഞാൽ ഇവർ പാല് സൊസൈറ്റിയിൽ കൊടുക്കുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ തുക അക്കൗണ്ടിൽ വരുന്ന ബാങ്കുകൾ ലോൺ കൊടുക്കുന്നു. ബാങ്കുകൾക്ക് ലോൺ കിട്ടണം, ലോൺ കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ചാൻസ് ഉണ്ടെന്ന് ബാങ്കുകൾ നോക്കുകയാണ്. തിരിച്ചടവ് ഉറപ്പ് വരുത്തണം, അത് മാത്രമാണ്. ഇപ്പോൾ ലോക്കലി ഇപ്പോൾ നമ്മളത് അടുത്ത ഇതിൽ വരുന്ന എല്ലാ കൃഷിക്കും ബാങ്കുകൾ ലോൺ കൊടുക്കും. പച്ചക്കറി കൃഷികൾ, ഇപ്പോൾ ഇടവളയായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യും. അതിന് എല്ലാ ബാങ്കുകൾക്കും സ്പെഷ്യലൈസ്ഡ് അഗ്രികൾച്ചർ ഡിഗ്രി എടുത്തത്, ഇപ്പോൾ നമ്മുടെ മണ്ണൂത്തി കോളേജിൽ ഒക്കെ ഡിഗ്രി എടുത്ത ഓഫീസേഴ്സ് ഉണ്ട്. അവർ പോയിട്ട് ഇത് വിലയിരുത്തും. അതിൻ്റെ വേണ്ടി എല്ലാത്തിനും ഒരു പ്രൊജക്ട് റിപ്പോർട്ടുണ്ടല്ലോ. അപ്പോൾ കൃഷിക്ക് അതിൻ്റേതായ റിപ്പോർട്ടുണ്ട്, എന്താണ് ഇത് ചെയ്യുന്നത്, അത് കൃഷി ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ചെലവുകൾ, വളം, മറ്റ് കാർഷിക വൃത്തി എന്താണ്, അത് ഓരോ സമയത്ത് കളയ്ക്കുക, അങ്ങനത്തെ ഇതുണ്ടല്ലോ, ട്രാക്ടർ, ഇതിൻ്റെയൊക്കെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി അത് ബാങ്കിൽ നിന്നുള്ള അപ്രൂവ്ഡ് ആൾ വന്നത് പരിശോധിക്കും. എല്ലാ കാര്യങ്ങൾക്കും, വണ്ടി എടുക്കുമ്പോഴാണെങ്കിൽ എല്ലാത്തിനും ഉണ്ടത്. എന്നിട്ട് അതനുസരിച്ച് ബാങ്കുകൾ ആ പൈസ റിലീസ് ചെയ്യും. അപ്പോൾ കൃഷിയാണെങ്കിൽ എപ്പോഴും പലിശ കുറഞ്ഞ ഒരിതാണ് കൃഷി. ഇപ്പോൾ ഹൗസിംഗ് ലോണിനൊപ്പമോ അല്ലെങ്കിൽ അതിലും കുറവായിരിക്കും കൃഷിക്കുള്ള വായ്പയുടെ പലിശ നിരക്ക്. പിന്നെ ഇതിൽ ഒരുമാതിരി എല്ലാ കാര്യത്തിനും ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കാർഷിക രംഗം മെച്ചപ്പെടണം, ഭക്ഷ്യ ഉൽപ്പാദനത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത വരാനായിട്ടാണ് ഈ സബ്സിഡി കൊടുക്കുന്നത്. അതുകൊണ്ട് എന്ത് കൃഷി നിങ്ങൾ ചെയ്യുന്നു, ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അങ്ങ് കൃഷി ചെയ്യുന്നു, അങ്ങക്ക് സ്ഥലമില്ല, അങ്ങ് പാട്ടത്തിനാണ് എടുക്കുന്നതെങ്കിൽ ആ പാട്ടക്കരാറ് വേണം, അങ്ങേര് ലോൺ എടുക്കാനായിട്ട് പെർമിഷൻ തരണം. പാട്ടത്തിനെടുത്താലും കിട്ടും. പക്ഷേ ആ പാട്ടത്തിനെടുക്കുന്ന ഇപ്പോൾ കൃഷി ചെയ്യുന്നു, ഇപ്പോൾ നെൽകൃഷി ചെയ്യുന്നു, 1 വർഷമാണ് 1.5 വർഷമാണ്, അപ്പോൾ അത്രയും കാലത്തേക്ക് ആ പാട്ടക്കരാറ് വേണം. ആ 11 മാസം വെച്ച് പോയാൽ പറ്റുകയില്ല. 11 മാസത്തിന് മുകളിലുള്ള കാര്യം രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അത് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കോപ്പി പുള്ളി അതിൻ്റെ ഉടമസ്ഥ, ഇപ്പോൾ 3 ലക്ഷം വരെ 2-3 ലക്ഷം വരെ അതിൻ്റെ രേഖകൾ മതി. 3 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സ് ബാങ്കുകളിൽ വെക്കണം. മനസ്സിലായോ? അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചടയ്ക്കുമെങ്കിൽ ഡോക്യുമെന്റ് ബാങ്കിൽ വെക്കുന്നതിൻ്റെ പ്രശ്നം കുഴപ്പമില്ല. ഒരു കൃഷി ചെയ്തു, പക്ഷെ ഒരു പ്രാദേശികമായിട്ടൊരു ദുരന്തമുണ്ടായി, കൃഷികൾ നശിച്ചു പോയി. അങ്ങനെ വരുമ്പോൾ ഈ ലോണുകൾ എഴുതി തള്ളാനുള്ള സാധ്യതകളുണ്ട്. അതല്ലേ ഫസൽ ബീമ യോജന. ഇപ്പോൾ അഗ്രികൾച്ചർ ഇൻഷുറൻസ് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ തന്നെ. അപ്പോൾ എല്ലാ കൃഷികളും ഇൻഷുറൻസിൽ ബാങ്ക് എന്ത് ലോൺ കൊടുത്തോ അതിനൊക്കെ ഇൻഷുറൻസ് ഉണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ പറഞ്ഞില്ലേ, എഡ്യൂക്കേഷൻ ലോണിനും ഇൻഷുറൻസ് എടുക്കാം. ആ കുട്ടിക്കും പേരൻറ്റും ചേർത്തുകൊണ്ട് ഇൻഷുറൻസ് എടുക്കാം. ഇതിനാണെങ്കിലും ഇൻഷുറൻസ് കവറേജ്, കൃഷിക്കും ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അപ്പോൾ പർട്ടിക്കുലർ ആ കൃഷിയിടത്തിലാണ് പറ്റിയത്. അപ്പോൾ ഇൻഷുറൻസ് എപ്പോഴും നോക്കണം. ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോൾ ഇൻഷുറൻസ് കമ്പനിയുടെ ആൾ വന്ന് നോക്കും. ഇപ്പോൾ പശുവിനെ വാങ്ങിച്ച് അല്ലെങ്കിൽ എരുമ അതൊക്കെ വരുമ്പോഴത്തേക്കും അതിനെന്തെങ്കിലും പറ്റി അപകടം പറ്റി രോഗം വന്ന് അതിന് ഇൻഷുറൻസ്. എപ്പോഴും കാതുകുത്തിയ പശുക്കളെ കാണാമല്ലോ, ആടുകൾ. അതെന്താ വെച്ചാൽ ബാങ്ക് ആ ടാഗാണ്, കൃഷിഭവനിൽ നിന്ന് വന്ന ആൾക്കാർ വന്ന് ഇടുന്ന ടാഗ് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്നുള്ള ലോൺ അത് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഉറപ്പായി ഇൻഷുറൻസ് ചെയ്തിരിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആകസ്മികമായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ മൂന്നാമതൊരാളുടെ കവറേജ്, മനസ്സിലായോ? അപ്പോൾ ആ ഇതെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 2018 പ്രളയം വന്നില്ലേ, ഈ പ്രളയം വന്നപ്പോൾ എനിക്കറിയാം ഈ ഫസൽ ബീമ, അപ്പോൾ ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്യുക, ഫസൽ ബീമ യോജനയിൽ ചില വില്ലേജിലെ ആൾക്കാരുടെ ക്ലെയിം വന്നില്ല.
കാര്യം എന്ന് വെച്ചാൽ ഗവൺമെൻറ്, അപ്പോൾ ഞാൻ അവിടെ തിരുവനന്തപുരമാണ് അതിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു, കൃഷി ഇൻഷുറൻസിൻ്റെ. അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറേ അത് ഓരോ ഏരിയ, ഈ വില്ലേജ് ബാധിച്ചു, ആ വില്ലേജ് ബാധിച്ചു എന്ന് പറഞ്ഞ് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വരണം. ഒരു പൊതുവായിട്ട് ഇപ്പോൾ 2018 കുറേ ഭാഗത്ത് വെള്ളം കയറി, അപ്പോൾ തൃശ്ശൂർ കുറേ ഭാഗത്ത് കയറി, എല്ലായിടത്തും കയറിയില്ല. അപ്പോൾ ഓരോ വില്ലേജിലും ഇത് കയറി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റിപ്പോർട്ട് പോയിട്ട് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ, ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്പോൾ അത്രയും അവിടെ എന്തൊക്കെയായിരുന്നു, ബാങ്കുകളുടെ റെക്കോർഡ് വെച്ച് എത്ര ലോൺ കൊടുത്തു, എന്തായിരുന്നു വെച്ചിട്ട് നഷ്ടപരിഹാരം കിട്ടും. അപ്പോൾ ഇൻഷുറൻസ് തീർച്ചയായിട്ടും എടുത്തിരിക്കണം. എന്ത് കൃഷിക്കും കിട്ടും. നിങ്ങൾ എന്ത് കൃഷി ആവശ്യമുണ്ടെങ്കിൽ ലോൺ എടുക്കുന്നു. കയ്യിൽ കാശില്ലെങ്കിൽ ബ്ലേഡ് പലിശയ്ക്ക് എടുക്കുന്നതിനേക്കാൾ നല്ലത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതാണ്. പക്ഷേ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോഴത്തേക്കും അതേ ആവശ്യത്തിന് വേണ്ടിയാണ് അത് ചിലവാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഉറപ്പ് വരുത്തേണ്ട ബാധ്യത ആ ബാങ്ക് ഉദ്യോഗസ്ഥർക്കുള്ളതാണ്. അതിൻ്റെ രേഖകളാണ് അവർ ചോദിക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കാര്യം, നമ്മൾ ബാക്കിയുള്ളിടത്ത് 100 രൂപയ്ക്ക് 5 രൂപ 6 രൂപ എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നത് ബാങ്കുകളിൽ നിന്ന് 7 8 ചിലപ്പോൾ 5% 6%-ത്തിനൊക്കെ വായ്പ കിട്ടും. കൃത്യമായിട്ട് തിരിച്ചടയ്ക്കണമെന്നുള്ളതേ ഉള്ളൂ. ഇൻഷുറൻസ് എടുക്കുക, എന്ത് കാര്യത്തിന് ഇൻഷുറൻസ് എടുക്കുക. വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. വ്യക്തിപരമായിട്ടും എടുക്കുക. ഇപ്പം എനിക്ക് ലോണുണ്ട്, ഞാൻ ബാങ്കിലുള്ളപ്പോൾ തൊട്ട് ഹൗസിംഗ് ലോൺ, ആ ലോണുകളുണ്ട്. എനിക്ക് ലോണുകൾക്കെല്ലാം ഞാൻ ഇൻഷുറൻസ് കവറേജ് എടുക്കും. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ആ ലോണുകൾക്ക് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി സഫർ ചെയ്യും. ഇപ്പോൾ റിട്ടയർ ആയപ്പോൾ ഞാൻ കുറേ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഹൗസിംഗ് ലോൺ അല്ല, ഹൗസിംഗ് ലോണിനാണെങ്കിലും ഇൻഷുറൻസ് ഉണ്ട്. നമുക്ക് വീടിന് ഇൻഷുറൻസ് എടുക്കാം, വീടിനകത്തുള്ള സാധനങ്ങൾക്ക് എടുക്കാം. അതുകൂടാണ്ട് വീടിൻ്റെ ഉടമസ്ഥന് ആക്സിഡൻ്റ് കവറേജ് അതിൽ കിട്ടും. അതുകൂടാണ്ട് ലൈഫ് കവറേജിന് വേറെ ഇൻഷുറൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ എടുത്തിരിക്കുക. കാര്യം നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അയ്യോ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഇതെനിക്ക് ഇൻഷുറൻസ് തുക നഷ്ടമാണല്ലോ എന്ന് വിചാരിക്കരുത്. എപ്പോഴും ഏത് ലോൺ എടുത്താലും, ലോൺ എടുത്തില്ലെങ്കിലും ഇൻഷുറൻസ് എടുക്കാം. ഇപ്പോൾ പശു, ഈ കൃഷിയൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ ഇൻഷുറൻസ് കവറേജ് എടുക്കാം. ലോൺ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാത്തിനും ഇൻഷുറൻസ് കവറേജ് ഉണ്ട്, എടുക്കാം. അത് തീർച്ചയായിട്ടും എടുത്തിരിക്കേണ്ടതാണ്. ഓക്കെ.